ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഗ്രൂപ്പ് സെൻറ്ററിൽ പോയിട്ട് ജോയിൻ ചെയ്തതിന് ശേഷം ഉള്ള കാര്യങ്ങളൊക്കെയാണ് പങ്കുവെച്ചത്. അതുപോലെ തന്നെ നമ്മൾ പോയി ജോയിൻ ചെയ്തതിന് ശേഷം തൊട്ട് നമുക്ക് സാലറിയൊക്കെ കിട്ടിത്തുടങ്ങും. അതായത് ഫുൾ സാലറി അല്ല, നമ്മൾ ആ ട്രെയിനിങ് സമയത്ത് ഒരു സാലറി കിട്ടും, അതിനെ പറ്റിയാണ് ഞാൻ പറയുന്നത്. അല്ലാതെ ഫുൾ സാലറി അല്ല. അതായത് ഞാനിപ്പോൾ കോൺസ്റ്റബിൾ തസ്തികയിലായിട്ട് ഞാൻ കയറിയെങ്കിൽ അതിൻ്റെ ഒരു ശമ്പള സ്കെയിൽ കാണുമല്ലോ, ഫുൾ സാലറി. അപ്പോൾ ആ സാലറി ഫുള്ള് നമുക്ക് അപ്പോൾ കിട്ടില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ ശരിക്കും ഒരു കോൺസ്റ്റബിൾ ആയിട്ടില്ല. നമ്മൾ ആ ഒരു വർഷത്തെ ട്രെയിനിങ് ഒക്കെ കഴിഞ്ഞെങ്കിൽ മാത്രമേ നമുക്ക് ആ സാലറി കിട്ടുകയുള്ളൂ. അതുവരെയും നമ്മൾ സ്റ്റുഡൻറ്റ് തന്നെയാണ്. പിന്നെ അങ്ങനെ അത് 2010 കയറിയപ്പോൾ ഉള്ള എൻ്റെ സമയത്തെ കാര്യമാണ് പറഞ്ഞത്. അങ്ങനെ ഓരോ വർഷം ചെല്ലും തോറും ട്രെയിനിങ് സമയത്തുള്ള പൈസകളിലും ഒക്കെ മാറ്റങ്ങളൊക്കെ വരും. അങ്ങനെ പിന്നെ എന്ന് പറയുമ്പോൾ നമ്മൾ ട്രെയിനിങ് സെൻറ്ററിൽ ചെന്നിട്ട് നമുക്കവിടെ ചെല്ലുമ്പോൾ ഒരു ടൈം ടേബിൾ എന്തായാലും കാണും. അപ്പോൾ ആ ടൈം ടേബിൾ പ്രകാരമായിരിക്കും ക്ലാസ്സുകളും കാര്യങ്ങളൊക്കെ നടത്തുന്നത്. ഫിസിക്കൽ ടെസ്റ്റുകൾ, അതിനെ പറ്റിയുള്ള പരിശീലനങ്ങൾ, പിന്നെ നമുക്ക് വെപ്പണിനെ പറ്റിയുള്ള പരിശീലിപ്പിക്കും. പിന്നെ ഫുഡ് ഡ്രിൽ, അതായത് പരേഡെന്ന് പറയത്തില്ലേ, നമ്മൾ ടി വിയിലൊക്കെ കാണുമായിരിക്കുമല്ലോ. റിപ്പബ്ലിക് ഡേ സമയത്തും ഓഗസ്റ്റ് 15-നൊക്കെ നമ്മൾ ടി വിയിൽ കാണാറില്ലേ പരേഡ്. അപ്പോൾ അതൊക്കെ അവരത്രയും കോർഡിനേഷനായിട്ട് ചെയ്യുന്നതെന്ന് പറയുമ്പോഴത്തേക്ക് ഇതുപോലെ ട്രെയിനിങ് കൊടുത്താണ് അങ്ങനെ ചെയ്യാൻ നമുക്ക് പറ്റുന്നത്. അപ്പോൾ അതിൻ്റെ പ്രാക്ടീസുകൾ, അങ്ങനെ പല പല തരത്തിലുള്ള പ്രാക്ടീസുകളും കാര്യങ്ങളൊക്കെ ഉൾപ്പെടുന്നതാണ് ഈ ഒരു വർഷത്തെ ട്രെയിനിങ്. പിന്നെ നമ്മൾ വെപ്പണിനെ പറ്റി, എല്ലാ വെപ്പണിനെ പറ്റി, അതെങ്ങനെയാണ് തുറക്കുന്നത്, അടയ്ക്കുന്നത്, അത് ഏത് തരത്തിലുള്ള വെപ്പണാണ്, അത് പിന്നെ അതിൽ എത്ര റൗണ്ടൊക്കെ ഇടാൻ പറ്റും, നമുക്ക് അത് എത്ര ദൂരം വരെ നമുക്ക് ഫയർ ചെയ്യാൻ പറ്റും, അങ്ങനെയുള്ള കാര്യങ്ങളും, പിന്നെ അത് ഓരോ വെപ്പണും വെച്ചിട്ട് നമുക്ക് ഫയറിങ് ചെയ്യാനുള്ള പ്രാക്ടീസുകൾ, അങ്ങനെ പലതരത്തിലുള്ള ക്ലാസ്സുകളാണ് അന്നേരം നമുക്ക് തരുന്നത് ഈ ട്രെയിനിങ് സമയത്ത്. പിന്നെ നമുക്ക് ആ ടൈം ടേബിൾ പ്രകാരം ഇപ്പോൾ ഒരു 5:30-കൊക്കെ നമുക്ക് ആ ഗ്രൗണ്ടിൽ എത്തണം. അപ്പോൾ നമ്മൾ 3 മണിയൊക്കെ ആകുമ്പോൾ തന്നെ നമുക്ക് ഉണരേണ്ടതായിട്ട് വരും. കാരണം ബാത്റൂമുകളും കാര്യങ്ങളൊക്കെ നമുക്ക് ഇപ്പോൾ ഒരു 100 പേരുണ്ടെങ്കിൽ 100 പേർക്കും എന്തായാലും ബാത്റൂമും കാര്യങ്ങളൊന്നും കാണത്തില്ലല്ലോ. അപ്പോൾ എത്ര ബാത്റൂമുണ്ടോ അത് എല്ലാം നമ്മൾ യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അതിനകത്ത് സമയങ്ങളൊക്കെ പിടിക്കും. അതും പിന്നെ നമുക്ക് ഇപ്പോൾ പെൺകുട്ടികളാണെങ്കിൽ നമുക്ക് 8 ഫിഗർ എന്നും പറഞ്ഞിട്ടൊരു മുടി ഇങ്ങനെ കെട്ടി വെക്കണം. അതായത് നമ്മളിപ്പോൾ ഈ പ്രാക്ടീസൊക്കെ ചെയ്യുന്ന സമയത്ത് നമ്മൾ മുടിയൊന്നും അഴിഞ്ഞ് വീണ് നമുക്കതൊരു ശല്യമാവാൻ പാടില്ല. അപ്പോൾ ഈ 8 ഫിഗർ എന്ന് വെച്ചാൽ അത് നല്ല രീതിയിൽ അവിടെ തന്നെ ഇരുന്നോളും. അപ്പോൾ അതുകൊണ്ടാണ് ആ 8 ഫിഗർ എന്ന് പറയുന്ന ഇത് തന്നെ കെട്ടണമെന്ന് പറയുന്നത്. അപ്പോൾ അതൊക്കെ നമുക്ക് പറഞ്ഞു തരും എങ്ങനെയൊക്കെയാണ് കെട്ടേണ്ടതെന്നൊക്കെ. അപ്പോൾ അതൊക്കെ നമ്മൾ കെട്ടണം. അങ്ങനെയൊക്കെ നമ്മൾ അവർ പറഞ്ഞു തരുന്ന സംഭവങ്ങളൊന്നും ചെയ്യാതെ നമ്മൾ നമ്മുടെ ഇഷ്ടത്തിനൊക്കെ ചെയ്താൽ പണിഷ്മെൻറ്റൊക്കെ കിട്ടും. പിന്നെ നമ്മളെന്ന് പറയുമ്പം 5:30-ക്ക് നമ്മൾ ഗ്രൗണ്ടിലെത്തിയിട്ട് നമുക്ക് എന്താ പറയുക, ഈ ഡീ പോസ്റ്റ് എന്ന് പറഞ്ഞിട്ടൊരു പോസ്റ്റുണ്ട്. അതായത് ഇങ്ങനെ ഷേപ്പിൽ. അപ്പോൾ ആ ഡീ പോസ്റ്റിലാണ് നമ്മൾ പിന്നെ ലെക്ചറിനും ഒക്കെ വേണ്ടിയിട്ട് ഇരിക്കുന്നത്. ലെക്ചറിനായാലും അല്ലെങ്കിൽ വെപ്പൻ്റെ ക്ലാസ്സിനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ ഇരിക്കുന്നത്. അപ്പോൾ നമ്മളൊരു സ്കൂളിലായാലും അല്ലെങ്കിൽ ഒരു കോളേജിലായാലും ഡെസ്കും ബെഞ്ചും ഒക്കെ കാണുമല്ലോ നമുക്ക് പഠിക്കാനൊക്കെ വേണ്ടിയിട്ട്. അപ്പം ഗ്രൗണ്ടിലെന്ന് പറയുമ്പോൾ ഈ ഡീ പോസ്റ്റാണ്. അപ്പോൾ അത് നമുക്ക് നല്ല രീതിയിൽ സിമൻറ്റിലൊക്കെ ഇങ്ങനെ ചെയ്തിട്ട് ഉള്ള ഡീ പോസ്റ്റുകളായിരിക്കും. ചില സ്ഥലങ്ങളിലൊക്കെ എന്താ പറയുക, നല്ല മണ്ണിൽ മെഴുകി നമ്മൾ ചാണകമൊക്കെ വെച്ച് നമ്മുടെ പണ്ടൊക്കെ, ഇപ്പോൾ അധികം ടൈൽസും കാര്യങ്ങളൊക്കെ ആണല്ലോ. പണ്ടൊക്കെ എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ ചാണകമൊക്കെ വെച്ച് നല്ല മെഴുകിയിട്ടൊക്കെ നമ്മൾ വീടുകളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അതുപോലെയൊക്കെ മണ്ണ് വെച്ചിട്ട് നല്ല മെഴുകി ഒക്കെ ഇട്ടിട്ടുണ്ടായിരിക്കും. അപ്പം അത് നമ്മൾ വൃത്തിയായിട്ട്, അതായത് തൂക്കാനൊക്കെ കുറച്ച് പേരെ ഏൽപ്പിക്കും. പിന്നെ കുടിക്കാനുള്ള വെള്ളവും കാര്യങ്ങൾ, അതുപോലെ തന്നെ ബോർഡ്, ലെക്ചറിനൊക്കെ നമുക്ക് ബോർഡൊക്കെ ആവശ്യമുണ്ട്. അപ്പോൾ അതൊക്കെ അങ്ങനെ ഓരോരുത്തർക്കും ഒരു സ്ക്വാഡിൽ ഒരു ലീഡർ കാണും. അപ്പോൾ അവർ നമ്മളുടെ അടുത്ത് പറയും. അത് നമ്മളിടയിലുള്ള കുട്ടിയെ തന്നെയാണ് സ്ക്വാഡ് ലീഡറാക്കുന്നത്. ഇപ്പോൾ സ്കൂളിലൊക്കെ ആകുമ്പോൾ നമുക്കൊരു ലീഡറിനെയൊക്കെ വെക്കില്ലേ, ക്ലാസ്സിലായാലും സ്കൂളിലായാലും അതുപോലെ ഒരു ലീഡറിനെയൊക്കെ വെക്കും. അപ്പോൾ അവർ ആ ടൈം ടേബിൾ പ്രകാരം നമ്മളുടെ അടുത്ത് പറയുന്ന ആളെ ഇന്നതാണ്, അപ്പം നിങ്ങൾ ഇതെടുത്തിട്ട് വരണം, വെള്ളം കൊണ്ടുവരണം, അല്ലെങ്കിൽ അങ്ങനെ ഓരോ കുട്ടികളെയും അവരിങ്ങനെ പറയും ഇന്നതൊക്കെ എടുത്തിട്ട് വരണമെന്ന് ഏൽപ്പിക്കും അവരെ. അപ്പോൾ ആരെയാണോ ഏൽപ്പിച്ചാൽ അവർ ആ ഒരു റെസ്പോൺസിബിലിറ്റി എടുത്തുകൊണ്ട് അതൊക്കെ ചെയ്യണം. അത് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ പണിഷ്മെൻറ്റും കാര്യങ്ങളൊക്കെ കിട്ടും.
പിന്നെ അതായത് പണിഷ്മെൻറ്റും കാര്യങ്ങളെന്നൊക്കെ പറയുമ്പോൾ അങ്ങനെ എല്ലാവരും വിചാരിക്കുന്ന പോലെ ഇങ്ങനെ നമ്മൾ തറയിലൊക്കെ ഉരുട്ടി നമുക്കിനി ജോലിയൊന്നും വേണ്ട, ഇത് കളഞ്ഞിട്ട് പോവാം എന്നൊക്കെയുള്ള അങ്ങനത്തെ പണിഷ്മെൻറ്റൊന്നും അല്ല. അതായത് നമ്മൾ ചെയ്യുന്ന തെറ്റുകൾ ഇനി അത് ആവർത്തിക്കാൻ പാടില്ല എന്നുള്ള രീതിയിലുള്ള ചെറിയ ചെറിയ പണിഷ്മെൻറ്റുകളും കാര്യങ്ങളൊക്കെ കിട്ടും. അപ്പോൾ അതൊക്കെ നമ്മൾ മെൻ്റലി എന്താ പറയുക, സഹിക്കണം അതൊക്കെ. എനിക്കിങ്ങനെ പണിഷ്മെൻറ്റ് തന്നു, അപ്പോൾ ഞാൻ എന്തോ വലിയ സംഭവമാണ്, അപ്പോൾ അതുകൊണ്ട് എനിക്കിങ്ങനെ ഈ ജോലിയിൽ നിൽക്കാൻ വയ്യ, ഞാൻ പോവുകയാണ്, അങ്ങനെയൊന്നും അല്ല. അതൊക്കെ നമ്മൾ മനുഷ്യരായ അതൊക്കെ നമ്മൾ കുറച്ച് എന്താ പറയുക, സഹിക്കാനും ത്യജിക്കാനും ഒക്കെ ഇരിക്കണമല്ലോ അല്ലേ. എപ്പോഴും ഞാൻ എന്നുള്ളൊരു ഭാവത്തിൽ നടക്കാൻ പാടില്ലല്ലോ. അപ്പോൾ അങ്ങനെ പണിഷ്മെൻറ്റ് കൊടുക്കുന്ന ആ തെറ്റ് നമ്മൾ ഇനി ആവർത്തിക്കാൻ പാടില്ല എന്നുള്ളത് കൊണ്ടാണ്. അപ്പോൾ ഫോഴ്സിൻ്റെ അകത്തെന്ന് പറയുമ്പോൾ ഇൻഡിവിജ്വലായിട്ട് അങ്ങനെ പണിഷ്മെൻറ്റ് അധികം കൊടുക്കുന്നെങ്കിൽ മൊത്തത്തിലേ കൊടുക്കുകയുള്ളൂ. കാരണം എന്താണെന്ന് വെച്ചാൽ ഇൻഡിവിജ്വലായിട്ട് കൊടുക്കുമ്പോൾ മറ്റുള്ളവർ വിചാരിക്കും അവൻ ചെയ്ത തെറ്റിന് അവന് കിട്ടി, അപ്പോൾ പിന്നെ അവൻ നാളെ ഒരു സമയത്ത് എന്തെങ്കിലും നമ്മളെ കൺമുന്നിൽ വെച്ചിട്ട് ഇതുപോലെ എന്തെങ്കിലും തെറ്റുകൾ ചെയ്താൽ അവനല്ലേ കിട്ടുകയുള്ളൂ, നമുക്കതിൽ ഇടപെടേണ്ട കാര്യമില്ല എന്ന് വിചാരിച്ചിട്ടുള്ള ഒരു ചിന്ത വരാൻ പാടില്ല. അപ്പം നമ്മളത് കണ്ടാൽ അവന് മാത്രമല്ല കിട്ടുന്നത്, നമുക്കും കൂടി കിട്ടും. അപ്പം നമ്മൾ ആ തെറ്റ് കണ്ടുകൊണ്ട് നിൽക്കാൻ പാടില്ല, അതങ്ങനെ ചെയ്യാൻ പാടില്ല, അത് തിരുത്തി നമ്മൾ കറക്റ്റ് പറഞ്ഞു കൊടുക്കണം എന്നുള്ളൊരു ഇത് വരാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഫോഴ്സിൻ്റെ അകത്ത് ഇൻഡിവിജ്വലായിട്ട് പണിഷ്മെൻറ്റ് കൊടുക്കാതെ ഒരാളെന്തെങ്കിലും തെറ്റ് ചെയ്താൽ അത് എല്ലാവർക്കും കൂടി കൊടുക്കുന്നത്. പിന്നെ എന്ന് പറഞ്ഞാൽ അത് കഴിഞ്ഞിട്ട് നമ്മളിപ്പം ഇടയ്ക്ക് കഴിക്കാനൊക്കെ വിടാതെ ബ്രേക്ക്ഫാസ്റ്റിന് വിടും. പക്ഷേ ആ ബ്രേക്ക്ഫാസ്റ്റിന് എന്ന് പറയുമ്പോൾ നമുക്ക് അധികം സമയമൊന്നും കാണില്ല, അങ്ങോട്ട് പോവുക, പെട്ടെന്ന് കഴിച്ചിട്ട് പിന്നെ അടുത്ത് വരിക. അപ്പോൾ സമയത്ത് ഈ ട്രെയിനിങ് സമയത്ത് എന്ന് പറയുമ്പോഴത്തേക്കും ടൈമൊക്കെ ആക്യുറേറ്റ് ആയിരിക്കണം. ഇപ്പോൾ ഇത്ര മണിക്ക് എത്തണം എന്ന് പറഞ്ഞാൽ ആ മണിക്ക് തന്നെ എത്തണമല്ല, നമുക്ക് മട്ടിൽ നിന്ന് നമുക്ക് തോന്നുമ്പോൾ വന്ന് അങ്ങനെയൊന്നും പാടില്ല. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എല്ലാവർക്കും കൂടെ ആയിരിക്കും പണിഷ്മെൻറ്റ് എന്നൊക്കെ പറയുമ്പോൾ ഇങ്ങനെ ആയിരിക്കും. ചിലപ്പോൾ പറയും അതോ അവിടെ ഒരു മരം കണ്ടോ, അവിടെ മരം ഓടിയിട്ട് അതിൻ്റെ വലത്തൂടെ പോയി ഇടത്തൂടെ ഓടി വരണം, വരുന്നതിൽ 5 പേരെ മാത്രമായിരിക്കും വെക്കുന്നത് എന്ന് പറയും. അപ്പോൾ ആ 5 പേര് ഓടി വന്നിട്ട് ബാക്കി എത്തിയില്ല എന്നുണ്ടെങ്കിൽ അവരെ വീണ്ടും ചിലപ്പോൾ ഓടിപ്പിക്കും. അങ്ങനെയൊക്കെയുള്ള പണിഷ്മെൻറ്റുകളാണ്. അതൊക്കെ നമ്മുടെ എന്താ പറയുക, നല്ലതിനെന്നേ എനിക്ക് ഈ സർവീസ് കയറി എടുത്തോളം മനസ്സിലായിട്ടുള്ളൂ. കാരണം നമ്മൾ കുറേ കാര്യങ്ങൾ കറക്റ്റ് ചെയ്യാൻ പഠിക്കും, എന്തൊക്കെ ചെയ്യണം, എന്തൊക്കെ ചെയ്തുകൂടാ എന്നൊക്കെ നമുക്ക് ഒരുപാട് കാര്യങ്ങളൊക്കെ ഇതിലൂടെ നമുക്ക് കിട്ടും. പിന്നെ അടുത്തെന്ന് പറയുമ്പോഴത്തേക്ക് ഉച്ചയ്ക്ക് ശേഷം പിന്നെ നമുക്ക് ക്ലാസ് കാണത്തില്ല. പിന്നെ ഒരു 3-3:30 ആയിട്ടായിരിക്കും. അപ്പം അതുവരെ നമുക്ക് റൂമിലൊക്കെ പോയിട്ട് നമ്മളിപ്പം യൂണിഫോമിലൊക്കെ ആയിരിക്കുമല്ലോ നമ്മൾ ട്രെയിനിങ്ങൊക്കെ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ചെന്നിട്ട് നമ്മുടെ സിവിൽ ഡ്രസ്സുകൾ ഒക്കെ ഇട്ടിട്ട് നമുക്ക് റൂമിൽ കുറച്ച് നേരം റെസ്റ്റൊക്കെ എടുക്കാം. കുറച്ചൊക്കെ ഉറങ്ങി കുറച്ച് നേരമൊക്കെ റെസ്റ്റൊക്കെ എടുത്തിട്ട് നമുക്കൊരു 3-3:30 ആകുമ്പോൾ അടുത്ത ലെക്ചറാണെങ്കിൽ ലെക്ചറിന് വേണ്ടിയിട്ടുള്ള ഡ്രസ്സും ഒക്കെ ഇട്ടിട്ട് നമുക്ക് വരാം. ഇപ്പോൾ ലെക്ചർ എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് നമുക്ക് അധികവും ഇടുന്ന ഡ്രസ്സ് എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് PT ഡ്രസ്സ് എന്ന് പറയുന്നത്. PT ഡ്രസ്സ് എന്ന് വെച്ചാൽ വൈറ്റ് ടീഷർട്ടും കാക്കി പാൻറ്റും, അതാണ് PT ഡ്രസ്സ്. നമ്മൾ ഈ ഫിസിക്കൽ ടെസ്റ്റില്ലേ PT എന്ന് പറയുന്നത്, ആ സമയത്ത് നമ്മൾ ഈ ഡ്രസ്സാണ് ഇടുന്നത്. പിന്നെ ഈ ഫുഡ് ഡ്രില്ല് കാര്യങ്ങളൊക്കെ വരുമ്പോൾ നമ്മൾ യൂണിഫോം ഉണ്ടല്ലോ അതാണ് ഇടുന്നത്. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ ഒരു ദിവസത്തെ ആ ഒരു വൈകുന്നേരം വരെ നമ്മളൊക്കെ ഇങ്ങനെ ക്ലാസ്സും കാര്യവും എല്ലാം ഒക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ നമുക്ക് ഡ്യൂട്ടിയും കാണും രാത്രിയിൽ, നൈറ്റ് ഡ്യൂട്ടി എന്ന് പറയും. അപ്പോൾ അതായത് അതും ഇങ്ങനെ ലിസ്റ്റ് ഇടും, ഇന്ന വ്യക്തിക്ക് ഇപ്പോൾ ആർക്കൊക്കെ ആണ് അന്നത്തെ ദിവസത്തെ ഡ്യൂട്ടി. ഇപ്പോൾ 6 മണി തൊട്ട് ഇപ്പോൾ 2 മണിക്കൂറത്തെ ഡ്യൂട്ടി ആയിരിക്കും. 6 to 8 ആർക്ക്, 8 to 10 ആർക്ക്, അങ്ങനെ ഡ്യൂട്ടി കാണും. അപ്പോൾ അത് ഓരോരുത്തരുടെ ആരുടെ പേരാണ് ആ ആളാണ് അവിടെ ഡ്യൂട്ടി ചെയ്യേണ്ടത്. അപ്പോൾ ഡ്യൂട്ടി സമയമൊക്കെ നമ്മൾ നല്ലതായിട്ട് നമ്മൾ ഡ്യൂട്ടി ചെയ്യണം. നല്ലത് നമുക്ക് ക്ഷീണവും കാര്യങ്ങളൊക്കെ വന്നതെന്ന് പറഞ്ഞിട്ട് നമ്മൾ അവിടെ ഇങ്ങനെ ഇരിക്കുകയും ഒന്നും ചെയ്യാൻ പാടില്ല. നമുക്ക് എത്ര ക്ഷീണവും കാര്യങ്ങളുണ്ട് നമ്മൾ നിന്ന് തന്നെ ഡ്യൂട്ടി ചെയ്യണം. അല്ല നമ്മളെവിടെ ഇരുന്നൊന്നും ഡ്യൂട്ടി ചെയ്യാൻ പാടില്ല. അതൊക്കെയെന്ന് പറയുന്നത് നമ്മളെ എന്താ പറയുക, നമ്മുടെ ആ ഒരു ഇതാക്കി എടുക്കുന്നതാണ്. ആ ഒരു ക്ഷീണങ്ങൾ വന്നാലും നമ്മൾ പിടിച്ച് നിന്ന് നമ്മൾ ഡ്യൂട്ടി ചെയ്യണം. ആ ഒരു കപ്പാസിറ്റിയൊക്കെ നമുക്ക് ഉണ്ടാക്കി എടുക്കുന്നതാണ് അങ്ങനെ. അല്ലാതെ ഇപ്പോൾ നമുക്ക് ഇപ്പോൾ ഇത്രയും ട്രെയിനിങ് ഒക്കെ ചെയ്തിട്ട് വന്നിട്ട് കുട്ടി തളർന്നതായിരിക്കൂലേ, ആങ്കിൽ നീ അവിടെ ഇരുന്ന് ഡ്യൂട്ടി ചെയ്തോ,
കുഴപ്പമില്ല. അങ്ങനെ ആയാൽ നമുക്ക് ആ ഒരു വിൽ പവർ നമുക്ക് കിട്ടില്ലല്ലോ. നമുക്ക് ഒരു കപ്പാസിറ്റി, ആ ഒരു എനർജി നമുക്ക് വേണ്ടേ. കാരണം എന്ന് പറയുമ്പോൾ ഫോഴ്സല്ലേ. നമുക്ക് ഇപ്പം പെട്ടെന്ന് നമുക്ക് ഓടി ചാടി ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ നമ്മൾ അയ്യോ അയ്യോ എന്ന് പറഞ്ഞിരുന്ന അതൊക്കെ നമ്മളിങ്ങനെ ചെയ്യുമ്പോഴല്ലേ നമുക്ക് ആ പ്രാക്ടീസിലൂടെയാണല്ലോ നമുക്ക് ആ ഒരു എനർജിയും സംഭവങ്ങളൊക്കെ പുരോഗമിക്കുന്നത്. അപ്പോൾ അല്ലാതെ നമ്മളോടുള്ള ദേഷ്യം കൊണ്ട് ഇതൊന്നും അല്ല. പിന്നെ നമ്മൾ നിന്നല്ലേ ശരിക്കും ഡ്യൂട്ടി ചെയ്താലല്ലേ നമുക്ക് നാല് ചുറ്റും നടക്കുന്ന കാര്യങ്ങളും നമ്മൾ ആ മൈൻഡും ആ ഒരു കോൺസെൻട്രേഷനും കൂടിയിട്ട് ചെയ്യത്തുള്ളൂ. ഇരുന്നൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ ആ ഒരു ലേസി ടൈപ്പിൽ ഇരിക്കും. അപ്പോൾ എന്ത് വേണമെങ്കിലും വന്ന് സംഭവിക്കാം അല്ലേ. അപ്പോൾ അതൊക്കെ ട്രെയിനിങ് സമയത്താണ് നമ്മൾ പിന്നെ പരിശീലിപ്പിക്കുന്നത്. അങ്ങനെയൊക്കെ ഇരുന്നൊക്കെ ചെയ്താൽ ഡ്യൂട്ടി ചെക്കിങ്ങിനൊക്കെ ആൾ വരാറുണ്ട്. അതായത് ഓഫീസർമാരൊക്കെ വരാറുണ്ട് ഡ്യൂട്ടി ചെക്ക് ചെയ്യാൻ. ആ സമയത്ത് നമ്മൾ അങ്ങനെയൊക്കെ ഇരുന്ന് നമുക്ക് അപ്പോഴത്തന്നെ ആ സ്പോട്ടിൽ തന്നെ, അവിടെ രാത്രി 1 മണിയെന്നോ 2 മണിയെന്നോ ഒന്നും നോക്കൂല, ആ സ്പോട്ടിൽ തന്നെ നമുക്ക് പണിഷ്മെൻറ്റൊക്കെ കിട്ടും. അങ്ങനെയൊക്കെയാണ് നമ്മളൊരു ട്രെയിനിങ് ചെയ്ത് നല്ലൊരു പെർഫെക്റ്റ് ഒരു എന്താ പറയുക, ഒരു പട്ടാളക്കാരനായാലും ഒരു പട്ടാളക്കാരിയായിട്ടായാലും നമ്മൾ മാറുന്നത്. അപ്പം ഇതൊക്കെ കുറച്ച് പോയിൻറ്റുകളാണ് ഞാൻ പറഞ്ഞത്. ഇനി കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതിൻ്റെ ഇടയിൽ ഉള്ള ഒത്തിരി. അതായത് ഫിസിക്കൽ ടെസ്റ്റുകളിൽ എന്തൊക്കെയാണ് നമ്മൾ പഠിപ്പിക്കുന്നത്, അങ്ങനെ ഓരോരോ കാര്യങ്ങളുണ്ട്. അപ്പോൾ അതൊക്കെ ഞാൻ അടുത്ത വീഡിയോയിൽ ഷെയർ ചെയ്യുന്നതായിരിക്കും. ഇത് നേരത്തെ വീഡിയോ പറഞ്ഞ പോലെ ഒരൊറ്റ വീഡിയോ കൊണ്ട് നമുക്ക് പറഞ്ഞു തീർക്കാൻ പറ്റില്ല. ഇത് മാക്സിമം ഞാൻ പിന്നെ കുറേയൊക്കെ ഇങ്ങനെ നമുക്കിപ്പോൾ എല്ലാം നുള്ളി പറക്കി നമുക്ക് പറയാൻ പറ്റത്തില്ല. കാരണം അത് ഒരുപാട് ഇങ്ങനെ വൈഡായിട്ടാണ് കിടക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് കുറച്ച് ഇങ്ങനെ മെയിൻ കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. അപ്പോൾ അടുത്ത വീഡിയോയിൽ ഇനി അടുത്ത ഈ ട്രെയിനിങ് സമയത്തുള്ള വിശേഷങ്ങളൊക്കെ തന്നെ പറയാം. പിന്നെ ഇതിൻ്റെ ഇടയ്ക്ക് ഒരു പോയിൻ്റ് കൂടെ പറയാം. അതായത് മിഡ് ടൈം ബ്രേക്ക് എന്ന് പറഞ്ഞിട്ട് നമ്മളൊരു 6 മാസം ട്രെയിനിങ്ങിൻ്റെ 6 മാസം കഴിയുമ്പോൾ നമ്മളെ ഒരു 15 ദിവസത്തേക്ക് വീട്ടിലോട്ട് വിടും. പോയി നമുക്ക് വീട്ടിലൊക്കെ എല്ലാവരെയൊക്കെ പോയി കണ്ട് നമ്മളെ നാടും വീടും ആൾക്കാരെയും എല്ലാം കണ്ട് കുറച്ച് ട്രെയിനിങ്ങിൻ്റെ ഇടയിൽ ഒന്ന് റിലാക്സൊക്കെ ആയിട്ട് ഒന്ന് മൈൻഡൊക്കെ റീഫ്രഷ് ചെയ്തിട്ട് വീണ്ടും ഒന്ന് 6 മണിക്കൂർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു ഊർജ്ജത്തോടു കൂടി നമ്മൾ വരാൻ വേണ്ടിയിട്ടാണ് നമ്മളെ ഈ മിഡ് ടൈം ബ്രേക്ക് എന്ന് പറഞ്ഞ് പിന്നെ ഒരു 6 മാസം കഴിയുമ്പോൾ നമ്മൾ വീട്ടിലോട്ട് വിടുന്നത്. അപ്പോൾ അടുത്ത വീഡിയോയിൽ ബാക്കിയുള്ള വിശേഷങ്ങളൊക്കെ പറയാം. അപ്പോൾ ബൈ.